രക്ഷാദൗത്യം തുടരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധ്യമായതെല്ലാം ചെയ്യും. സാധ്യമായതെല്ലാം ചെയ്യും. ഒരു സാധ്യതയുടെ വാതിലും അടക്കില്ല. എല്ലാ സാധ്യതയും തുടരണം. ഒരു ഘട്ടത്തിൽ വലിയ വിമർശനമാണ് ഇവിടുത്തെ ഈ ദൗത്യത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നത്. സ്പീഡില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ തരത്തിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. ഇപ്പം നമ്മൾ ഈ ലക്ഷ്യത്തിലെത്താൻ എന്തൊക്കെ ചെയ്യാനാകും അതിനെല്ലാവരും യോജിപ്പിച്ച് ഏകോപനത്തോടു കൂടി മുന്നോട്ട് പോവുക. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കാണുന്നുണ്ട്, ഇനിയും കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ വീട്ടിൽ പോയിരുന്നു. പിന്നെ MLA-മാരും എല്ലാവരും അവരോട് സംസാരിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ഇരിക്കുകയാണ്. അവരെന്താ നിലവിൽ പറയുന്നു? അല്ല, അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രയാസം ഉണ്ടല്ലോ, ആശങ്കയും പ്രയാസം ഉണ്ടല്ലോ. ലോകത്താകെയുള്ള മലയാളികൾ അവർക്കൊപ്പമാണ്, അവരുടെ പ്രയാസത്തോടൊപ്പമാണ്. ഇപ്പോൾ 3 പേരെ കാണാനില്ല, അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാൽ രക്ഷാദൗത്യം അതിൻ്റെ എല്ലാ ശ്രമവും നടത്തി ലക്ഷ്യത്തിലെത്തണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാര്യം കൂടി, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കുടുംബത്തെ സൈബർ ആക്രമണം നേരിടുന്ന അങ്ങനൊരു പരാതിയൊക്കെ വന്നിട്ടുണ്ട്. പോയപ്പോഴും അവിടെ പലരും പറഞ്ഞു, ഈ മനുഷ്യർ ഇങ്ങനെയും മനുഷ്യരുണ്ട്, നികൃഷ്ടമായ മനസ്സുള്ളവർ. ഈ ഒരു മാനസികാവസ്ഥയുള്ള കുടുംബത്തിലുള്ള സ്ത്രീകളെ ഉൾപ്പെടെ ഇങ്ങനെ ആക്രമിക്കുന്നവരെ എന്താ വിളിക്കേണ്ടത്? നികൃഷ്ട മനസ്സിനുടമകളാണ് അവർ. എല്ലാ നിലയിലും നിയമത്തിന് മുൻപിൽ അവരെ കൊണ്ടുവരണം. അതിൻ്റെ എല്ലാ നിലപാടും സർക്കാർ സ്വീകരിക്കും. കർശന നടപടി ഉണ്ടാവും.